അഭിനന്ദിക്കാൻ ധാരാളിത്തം കാണിക്കുക, വിമർശിക്കുന്നതിൽ പിശുക്കനാകുക. ഒരു മനുഷ്യൻ പോലും കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് അറിയാമല്ലോ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും നല്ലതായിരിക്കണ്ടേ? എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാരും സമൂഹത്തിലുണ്ട്. 100% ശരി ചെയ്താലും അറിയാതൊരു പാളിച്ച എവിടെയെങ്കിലും പറ്റിയാൽ 100%ത്തിൽ നിന്ന് 0ത്തിലേക്ക് പതിക്കാൻ വലിയ നേരമൊന്നും വേണ്ട. പിന്നെ എത്ര ശ്രമിച്ചാലും ആ 0ത്തിൽ നിന്ന് കരകയറാൻ സാധിക്കത്തില്ല. സമൂഹം അതിന് സമ്മതിക്കുകയുമില്ല. ഇത്തരം ദോഷൈക ദൃക്കുകൾ എല്ലായിടത്തുമുണ്ട്. അവരൊട്ട് ചെയ്യുകയുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുമില്ല. അന്യരെ വിമർശിക്കുന്നതിൽ അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല, മടിയുമില്ല. ഒരാളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളുടെ കാരണം അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ എന്തിനും ഏതിനും വിമർശിക്കുന്നതിന് വലിയ സമൂഹം തന്നെ, ഒരു ഗാങ് തന്നെ ഇവിടെ സജീവമാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ അവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കാൻ ഇക്കൂട്ടർക്ക് വലിയ മടിയാണ്. എന്നാൽ അന്യരുടെ വിജയത്തിലും ഉയർച്ചയിലും മാത്രമല്ല, അവരുടെ പാളിച്ചകളിലും പരാജയങ്ങളിലും അഭിനന്ദിക്കുകയും അതോടൊപ്പം ആശ്വസിപ്പിക്കുകയും ചെയ്താൽ അത് അവർക്ക് പ്രോത്സാഹനവും ആശ്വാസവും ഉണ്ടാവും. എന്തിനാണ് വേറൊരാളെ എപ്പോഴും വിമർശിക്കാൻ പോകുന്നത്? വിമർശിക്കുന്ന അതേ നാവുകളുടെ മറ്റുള്ളവരൊന്ന് അഭിനന്ദിച്ച് നോക്കൂ. അഭിനന്ദിക്കുന്നതിൽ നിങ്ങളൊരു പിശുക്കും കാണിക്കാതിരിക്കുക. അഭിനന്ദിക്കുന്നതിൽ ധാരാളിത്തം കാണിച്ചോളൂ. അത് നമുക്കും കേൾക്കുന്നവർക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും, സന്തോഷം ഉണ്ടാക്കും. അവിടെ സന്തോഷവും സമാധാനവും ഓളം തന്നും. എല്ലാവരും സന്തോഷിക്കട്ടെ, എല്ലാവരും ആഹ്ലാദിക്കട്ടെ, സമൂഹം അങ്ങനെ നന്നാവട്ടെ. ശുഭദിനം.